മിയ ആകസ്മികമായി മാന്ത്രിക മുയലിനെ അട്ടഹാസത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് 3 ആഴ്ചകൾ പിന്നിട്ടിരുന്നു. കാര്യങ്ങൾ വീണ്ടും സാധാരണ നിലയിലായി. എന്നാൽ ഒരു വൈകുന്നേരം മുത്തശ്ശി തന്റെ പുരാതന ക്ലോക്ക് വീശാൻ സഹായിക്കുന്നതിനിടയിൽ മിയ എന്തോ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. മിയ, നിർത്തൂ, സമയം. അവൾ മരവിച്ചു. നീ അത് കേട്ടോ? അവൾ ആ ആഴ്ചയിൽ താമസിക്കുന്ന അവളുടെ കസിൻ ജെക്കിനോട് മന്ത്രിച്ചു. ജെക്കി തന്റെ കോമിക് പുസ്തകത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കി. അതെ, അത് വെറും കാറ്റാണെന്ന് ഞാൻ കരുതി. അതോ വീണ്ടും മുയലാണോ? ആ രാത്രിയിൽ ക്ലോക്കിന്റെ സെക്കൻഡ് ഹാൻഡ് പിന്നിലേക്ക് കറങ്ങി. ക്ലിക്ക്. ഒരു മറഞ്ഞിരിക്കുന്ന ഡ്രോയർ തുറന്നു, ഒരു കുറിപ്പ് വെളിപ്പെടുത്തി. നീ വിചാരിക്കുന്നതിലും കൂടുതൽ ഉണർന്നു. പിറ്റേന്ന് എല്ലാം തകർന്നു. ഒരു പക്ഷി വായുവിൽ ചിറകടിച്ചു അവിടെ തന്നെ നിന്നു. സ്കൂൾ മണി 10 മിനിറ്റ് വൈകി മുഴങ്ങി. മിയയുടെ ഉറ്റ സുഹൃത്തായ സെയിൻ കോട്ടുവായിടുകയും ചോദിച്ചു, തിങ്കളാഴ്ച ലൂപ്പിൽ കുടുങ്ങിയതായി തോന്നുന്നത് എന്തുകൊണ്ട്? പിന്നെ ജെക്ക് പട്ടണത്തിലെ പഴയ ക്ലോക്ക് ടവറിലേക്ക് വിരൽ ചൂണ്ടി. അത് പിന്നിലേക്ക് പോകുന്നു. മിയയും ജെക്കും പരസ്പരം നോക്കി. വാക്കുകളില്ല, മനസ്സിലാക്കൽ മാത്രം. അന്ന് ഉച്ചകഴിഞ്ഞ് അവർ അട്ടികയിൽ നിന്നുള്ള ഭൂപടം പിന്തുടർന്നു. മിയ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. അത് പഴയ ക്ലോക്ക് നിർമ്മാതാവിന്റെ കടയിലേക്ക് നയിച്ചു. വർഷങ്ങളോളം അടച്ചിരുന്നു. പക്ഷേ ഇന്ന് വാതിൽ തുറന്നു. അകത്ത് പൊടിപിടിച്ച ഒരു കൗണ്ടറും 1000 ടിക്ക് ചെയ്യുന്ന ക്ലോക്കുകളും ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. മുത്തശ്ശി കണ്ണട ധരിച്ച ഒരാളുടെ അരികിൽ പുഞ്ചിരിക്കുന്നു. അടിക്കുറിപ്പ്, ടൈം കീപ്പർമാർ 1967. മിയ മന്ത്രിച്ചു. അവൾ എന്നോട് ഒരിക്കലും പറഞ്ഞില്ല. ജെക്കി ചുറ്റും നോക്കി. എന്തോ കണ്ടെത്തി. പൊട്ടിയ പോക്കറ്റ് വാച്ചിൽ അതേ സ്വർണ്ണ താക്കോലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു മെക്കാനിക്കൽ മൂങ്ങ അവരുടെ കാലിൽ ഒരു ചുരുളിട്ടു. സമയം വഴുതി വീഴുന്നു. ഉറവിടം വീണ്ടും മാറ്റുക. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അട്ടികയിലെ മുയൽ ഒരു കാരറ്റ് തിന്നുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. നീ വീണ്ടും? ജെക്കി കണ്ണുചുമ്മി. മുയൽ തോളിൽ കുലുക്കി. ഇപ്പോഴും ഭംഗിയുണ്ട്. ഇപ്പോഴും മാന്ത്രികമാണ്. ഇപ്പോഴും കുഴപ്പത്തിലാണ്. മിയ മൂങ്ങയുടെ ചുരുളഴിച്ചു. അത് ക്ലോക്ക് ടവറിന്റെ രഹസ്യ ഗിയറുകളും സ്വർണ്ണ താക്കോൽ എവിടെയാണെന്ന് കാണിച്ചു തന്നു. ജെക്കി തന്റെ നക്കിൾസ് പൊട്ടിച്ചു. നമ്മൾ ഒരു ടവറിൽ കയറുകയാണെന്ന് ഊഹിക്കാമോ? അവർ മരവിച്ച കുട്ടികളെയും കോട്ടുവായിടുന്ന കടയുടമകളെയും സ്ലോ മോഷൻ സ്പ്രിംഗ്ലറുകളെയും കടന്ന് ഒളിച്ചു. ടവറിന്റെ അടിത്തട്ടിൽ മിയ മടിച്ചു. നമ്മൾ അത് വീണ്ടും കുഴപ്പത്തിലാക്കിയാലോ? അവൾ ചോദിച്ചു. ജെക്കി പുഞ്ചിരിച്ചു. നമ്മൾ ഒരുമിച്ച് കുഴപ്പത്തിലാക്കുന്നു. അകത്ത് പുരാതന ഗിയറുകൾ ഞെരങ്ങി. മുകളിൽ മിയ താക്കോൽ തിരുകി. ജെക്കി ലിവർ പിടിച്ചു. 1, 2, 3. മണിനാദം. ടവർ മണി ഒരിക്കൽ 2 തവണ മുഴങ്ങി. സമയം ഒരു റബ്ബർ ബാൻഡ് പോലെ പിന്നോട്ടു പോയി. പക്ഷികൾ ഉയർന്നു. കാറുകൾ ഹോൺ മുഴക്കി. ജീവിതം പുനരാരംഭിച്ചു. താഴെയുള്ള പാർക്കിൽ നിന്ന് ഇരുണ്ട ഹൂഡി ധരിച്ച ഒരു ആൺകുട്ടി ടവറിനെ നിരീക്ഷിച്ചു. അവൻ തന്റെ കയ്യിൽ ഒരു സ്വർണ്ണ താക്കോൽ തിരിച്ചു, മിയയുടേതുപോലെ. എന്നിട്ട് പുഞ്ചിരിച്ചു. ധാർമ്മികത. നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടാത്ത സാഹസികതകളാണ് ഏറ്റവും മികച്ച സാഹസികതകൾ. ടീം വർക്ക്